ഇവിടെ ഒരു മുത്തശ്ശി പഴയ സാധനങ്ങളൊക്കെ എടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടി നടന്നു വരുന്നു. ഈ സമയം മുത്തശ്ശിയുടെ പിറകിൽ ഒരു കാറ് വരുന്നു. ആ റോഡ് വളരെ ചെറുതായതുകൊണ്ട് അയാൾ അവിടെ നിന്ന് ഒരുപാട് ഓണടിക്കുന്നു. എന്നാൽ ഈ മുത്തശ്ശിക്ക് വ്യക്തമായി ചെവിയേൽക്കാത്തത് കൊണ്ട് ഉന്തുവണ്ടി സൈഡാക്കി വെച്ച് തിരിയുമ്പോഴേക്കും അതിനുള്ളിൽ ദേഷ്യം വന്ന അയാൾ മുത്തശ്ശിയെ കാറ് വെച്ചിരിക്കുന്നു. പാവ മുത്തശ്ശിയാണെങ്കിൽ തെറിച്ചു പോയി വീഴുന്നു. മാത്രമല്ല ആ ദുഷ്ടൻ കാറിൽ നിന്ന് ഇറങ്ങി മുത്തശ്ശിയെ ചവിട്ടാനായി വരുന്നു. ഇത് റോഡിൽ വെച്ച് കണ്ട ഒരാൾ വന്ന് ഇവന് കണക്കിന് കൊടുക്കുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ പോലീസ് അങ്ങോട്ട് വന്ന് കാറിൽ വന്നവനെ അറസ്റ്റ് ചെയ്തു പോകുന്നു. നോക്കി അവൻ അറിയാതെ പറ്റിയ ഒരു ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞ് ആ കേസിൽ നിന്നും അവൻ ഊരി പോകുന്നു. ഇത് കണ്ടതും നമ്മുടെ നായകന് ദേഷ്യം വരുന്നു. ഇവനെ പോലെയുള്ള ആളുകൾ നിയമത്തിലെ പഴുതുപയോഗിച്ച് തന്നെ രക്ഷപ്പെടുന്നു എന്ന് ഓർക്കുമ്പോൾ ഹീറോയ്ക്ക് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല. അവനൊരു പോലീസ് ട്രെയിനിങ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ അത് വെച്ച് അവന്റെ അഡ്രസ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അവന്റെ വായിലൊരു കുപ്പി തിരികെ വെച്ച് അവന് മരണഭയം എന്താണെന്ന് കാണിച്ച് ഇത് നിനക്ക് ലാസ്റ്റ് വാണിംഗ് ആണെന്ന് താക്കീതും കൊടുത്തു വരുന്നു. നമ്മുടെ നായകൻ ഇവനെ പോലെ തെറ്റ് ചെയ്തിട്ട് നിയമത്തിൽ നിന്നും രക്ഷപ്പെടുന്ന ആളുകളെ തേടിപ്പിടിച്ച് ശിക്ഷിക്കുന്നത് ഇവന്റെ ഒരു സ്ഥിരം ജോലിയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇവനെ മറഞ്ഞു നിൽക്കുന്ന ഒരു സൂപ്പർ ഹീറോ ആയാണ് കാണുന്നത്.